ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ചെങ്കിസ് ഖാൻ ലോകത്തെ കീഴടക്കിയത് വാളുകൊണ്ടല്ല, മനസ്സുകൊണ്ട്. ജീവിതം നിങ്ങളെ എത്ര തവണ തോൽപ്പിച്ചു, എത്ര തവണ ആളുകൾ നിങ്ങളെ വില കുറച്ച് കണ്ടു. നിനക്ക് ഒന്നും സാധിക്കില്ല എന്ന് കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ചരിത്രത്തിലെ ഏറ്റവും വിവാദപരവും അതേസമയം ഏറ്റവും അസാധാരണവുമായ ഒരു മനുഷ്യൻ്റെ കഥയാണ്. ചെങ്കിസ് ഖാൻ. അദ്ദേഹത്തിൻ്റെ ആക്രമണങ്ങളും യുദ്ധങ്ങളും ചരിത്രത്തിൽ വലിയ നാശനഷ്ടങ്ങൾ വിതച്ചതാണ്. അത് ഒരിക്കലും മാതൃകയാക്കേണ്ടതല്ല. എന്നാൽ അത്യന്തം ദാരിദ്ര്യത്തിൽ നിന്ന് ഉയർന്ന അസാധാരണമായ നേതൃത്വം, ദൃഢനിശ്ചയം, സംഘടനാശേഷി എന്നിവയിലൂടെ ലോകചരിത്രത്തെ മാറ്റിമറിച്ച വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് ചില വിലപ്പെട്ട പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്നാമത്തെ പാഠം: നിങ്ങളുടെ തുടക്കം നിങ്ങളുടെ അവസാനം തീരുമാനിക്കില്ല. ചെങ്കിസ് ഖാൻ്റെ യഥാർത്ഥ പേര് തെമൂജിൻ. സമ്പത്തോ അധികാരമോ ഉണ്ടായിരുന്നില്ല. അച്ഛൻ മരിച്ചപ്പോൾ കുടുംബം ഒറ്റപ്പെട്ടു. വിശപ്പും ദാരിദ്ര്യവും ഒറ്റപ്പെടലും അദ്ദേഹത്തിൻ്റെ ബാല്യത്തെ ചുറ്റിപ്പറ്റി. പലരും ആ സാഹചര്യത്തിൽ ജീവിതം ഉപേക്ഷിച്ചേനെ. പക്ഷേ തെമുജീൻ അല്ലെങ്കിൽ ചെങ്കിസ് ഖാൻ ഒരു കാര്യം മനസ്സിലാക്കി: എൻ്റെ ജനനം ഞാൻ തീരുമാനിച്ചിട്ടില്ല, പക്ഷേ എൻ്റെ ഭാവി ഞാൻ തന്നെ എഴുതും. നമ്മളിൽ പലരും സ്വന്തം സാഹചര്യങ്ങളെയാണ് കുറ്റപ്പെടുത്തുന്നത്. പക്ഷേ ചരിത്രം പറയുന്നത് മറ്റൊന്നാണ്. വിജയികൾ അവരുടെ സാഹചര്യങ്ങളെക്കാൾ വലിയ സ്വപ്നങ്ങൾ കാണുന്നവരാണ്. പാഠം 2: പരാജയം അവസാനമല്ല. തെമൂജിൻ പല യുദ്ധങ്ങളിലും തോറ്റു. സുഹൃത്തുക്കൾ പോലും അദ്ദേഹത്തെ ഉപേക്ഷിച്ചു. വഞ്ചനയും നഷ്ടവും അദ്ദേഹം നേരിട്ടു. എന്നാൽ ഓരോ പരാജയത്തിന് ശേഷം അദ്ദേഹം ചോദിച്ച ചോദ്യം ഇതായിരുന്നു: ഇതിൽ നിന്ന് ഞാൻ എന്താണ് പഠിച്ചത്? അതാണ് വിജയികളുടെ മനോഭാവം. പരാജയം നിങ്ങളെ നിർവചിക്കുന്നില്ല. അതിൽ നിന്ന് പഠിക്കാനുള്ള നിങ്ങളുടെ തീരുമാനമാണ് നിങ്ങളെ നിർവചിക്കുന്നത്. പാഠം 3: വിശ്വാസം നേടിയാൽ ആളുകൾ നിങ്ങളോടൊപ്പം നിൽക്കും. നേതൃത്വം എന്നത് ആളുകളെ ഭയപ്പെടുത്തുന്നതല്ല, അവരെ ഒരു ലക്ഷ്യത്തിനായി ഒരുമിപ്പിക്കുകയാണ്. തെമൂജിൻ തൻ്റെ കൂടെ ഇരുന്നവരുടെ കഴിവിനെ വിലമതിച്ചു. ജന്മമോ കുടുംബ പശ്ചാത്തലമോ അല്ല, കഴിവും വിശ്വസ്തതയും പ്രധാനമാണെന്ന് അദ്ദേഹം കരുതി. ഇതാണ് ഒരു വലിയ നേതാവിൻ്റെ അടയാളം. ഇന്നത്തെ ജീവിതത്തിലും ഇത് സത്യമാണ്. കുടുംബത്തിലായാലും ജോലിയിലായാലും ബിസിനസ്സിലായാലും ബഹുമാനം നേടുന്ന നേതാവാണ് ദീർഘകാലം നിലനിൽക്കുന്നത്. പാഠം 4: വ്യക്തമായ ലക്ഷ്യമുള്ളവൻ വഴിതെറ്റില്ല. ഒരു വ്യക്തിക്ക് ലക്ഷ്യമില്ലെങ്കിൽ ചെറിയ പ്രശ്നങ്ങൾ പോലും വലിയ മതിലായി തോന്നും. പക്ഷേ വ്യക്തമായ ലക്ഷ്യമുള്ളവർക്ക് പ്രതിബന്ധങ്ങൾ വെറും പടവുകളാണ്. ചെങ്കിസ് ഖാൻ തൻ്റെ ലക്ഷ്യം വ്യക്തമായി കണ്ടിരുന്നു. അതിനായി വർഷങ്ങളോളം പരിശ്രമിച്ചു. നമ്മുടെ ജീവിതത്തിലും ലക്ഷ്യം വ്യക്തമായാൽ നമ്മുടെ തീരുമാനങ്ങളും വ്യക്തമായിരിക്കും. പാഠം 5: മാറ്റത്തെ ഭയക്കരുത്. ലോകം മാറുന്നു, സാങ്കേതിക വിദ്യ മാറുന്നു, ജോലികൾ മാറുന്നു, ജീവിത രീതികൾ മാറുന്നു.
മാറാൻ തയ്യാറാകാത്തവർ പിന്നിലാകും. ചരിത്രത്തിലെ വിജയികളിൽ പലരും സാഹചര്യങ്ങൾക്കനുസരിച്ച് പഠിക്കുകയും മാറുകയും ചെയ്തവരാണ്. ഇന്നും അതേ നിയമമാണ്. പുതിയ കഴിവുകൾ പഠിക്കുക, പുതിയ ചിന്തകൾ സ്വീകരിക്കുക, ജീവിതം മാറിത്തുടങ്ങും. പാഠം 6. അച്ചടക്കമാണ് യഥാർത്ഥ ശക്തി. വിജയം ഭാഗ്യം കൊണ്ടല്ല. ദിവസവും ആവർത്തിക്കുന്ന ചെറിയ നല്ല ശീലങ്ങളാണ് വലിയ വിജയങ്ങൾ സൃഷ്ടിക്കുന്നത്. രാവിലെ എഴുന്നേൽക്കുന്ന സമയം, വായന, ആരോഗ്യം, സമയനിയന്ത്രണം ഇവയെല്ലാം ചേർന്നാണ് ഒരു വ്യക്തിത്വം രൂപപ്പെടുന്നത്. നിങ്ങൾ നിങ്ങളെ നിയന്ത്രിച്ചാൽ പുറത്തുള്ള വെല്ലുവിളികൾ നിങ്ങളെ നിയന്ത്രിക്കില്ല. എന്നാൽ ഒരു പ്രധാന മുന്നറിയിപ്പ്: ചരിത്രത്തെ പഠിക്കുമ്പോൾ ഒരു കാര്യം മറക്കരുത്. ചെങ്കിസ് ഖാൻ്റെ സൈനിക വിജയങ്ങൾക്കൊപ്പം അദ്ദേഹത്തിൻ്റെ യുദ്ധങ്ങൾ വലിയ മനുഷ്യ നഷ്ടങ്ങളും ദുരിതങ്ങളും സൃഷ്ടിച്ചു. ആ അതിക്രമങ്ങൾ ഒരിക്കലും മാതൃകയാക്കേണ്ടതല്ല. നമ്മൾ പഠിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ധൈര്യം, ദൃഢനിശ്ചയം, സംഘടനാശേഷി, പഠിക്കാനുള്ള മനോഭാവം, നേതൃത്വം എന്നിവയാണ്. അല്ലാതെ യുദ്ധമോ നാശമോ അല്ല. യഥാർത്ഥ വിജയി മറ്റുള്ളവരെ കീഴടക്കുന്നവനല്ല, സ്വന്തം ഭയങ്ങളെയും മടിയെയും പരാജയഭീതിയെയും കീഴടക്കുന്നവനാണ്. ഇന്ന് നിങ്ങൾ എവിടെയായാലും നിങ്ങളുടെ ജീവിതകഥ ഇതുവരെ അവസാനിച്ചിട്ടില്ല. നിങ്ങളുടെ ഭൂതകാലം നിങ്ങളെ നിർവചിക്കേണ്ടതില്ല. ഇന്ന് എടുക്കുന്ന ഒരു നല്ല തീരുമാനം നാളത്തെ നിങ്ങളുടെ ജീവിതം മാറ്റിമറിച്ചേക്കാം. അതുകൊണ്ട് ഓർക്കുക, മഹത്തായ വിജയങ്ങൾ ആരംഭിക്കുന്നത് ഒരു ചെറിയ തീരുമാനത്തിൽ നിന്നാണ്. സ്വയം വിശ്വസിക്കുക, പഠിച്ചുകൊണ്ടിരിക്കുക, അച്ചടക്കത്തോടെ മുന്നോട്ട് പോവുക. ഒരു ദിവസം ലോകം നിങ്ങളുടെ വിജയകഥ പറയുകയും ചെയ്യും. നന്ദി. അപ്പം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ ശ്രദ്ധിച്ച് കേട്ട നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾക്ക് നിങ്ങളെ ഇൻസ്പയർ ചെയ്യുന്ന ഏതെങ്കിലും ഒരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഹാവ് എ നൈസ് ആൻഡ് വണ്ടർഫുൾ ഡേ.